നമ്മളിപ്പോൾ ഈ സരോജ് കുമാർ എന്ന് പറയുന്ന ഉദയനാണ് താരം എന്ന് പറഞ്ഞ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ പരിശോധിക്കുകയാണെങ്കിൽ അദ്ദേഹം അങ്ങനെ പഞ്ച് ഡയലോഗ്സ് ഒന്നും പറയുന്നത് അതേപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ആക്ഷൻ രംഗങ്ങൾ അതൊന്നും ഞാനതിൽ കണ്ടിട്ടില്ല. അതിലങ്ങനെ നായികമാരുമായിട്ടുള്ള ഇഴുകിച്ചേർന്നിട്ടുള്ള അഭിനയവും നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ സരോജ് കുമാറുമായിട്ടുള്ള എൻ്റെ നിങ്ങൾ കമ്പയർ ചെയ്യുന്നതിൽ എന്ത് യുക്തിയുള്ളതെന്ന് എനിക്കറിയില്ല. മാത്രമല്ല ഒരു നടനുമായി എന്നെ നിങ്ങൾ കമ്പയർ ചെയ്യുന്നത് എന്നെ അപമാനിക്കുന്ന തുല്യമാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെയൊന്നുമല്ല, ഭൂമിയിൽ ആരുമായിട്ട് കമ്പയർ ചെയ്യാം. പക്ഷെ അത് മാത്രമായി ഒരു സിനിമാക്കാരൻ എന്ന രീതിയിൽ എന്നെ ടോട്ടലായിട്ടൊരു നടനുമായി കമ്പയർ ചെയ്യുന്നത് ശരിയല്ല. കാരണം നമ്മൾ മനസ്സിലാക്കണം, ഒരു നടൻ, ഒരു നടി, ആരാണ് ഒരു നടൻ? ഇപ്പോൾ നിങ്ങളൊരു ഡയലോഗ് കണ്ടിട്ട് ഒരു നടനോ നടിക്കോ കൈയടി കൊടുക്കും. യഥാർത്ഥത്തിൽ അതിൻ്റെ പിന്നിൽ ഒരു സ്ക്രിപ്റ്റ് റൈറ്ററുണ്ട്. അദ്ദേഹം കഷ്ടപ്പെട്ട് എഴുതിയ ഡയലോഗാണ് ഈ നടൻ പറയുന്നത്. അതിൻ്റെ പിന്നിൽ ഒരു സംവിധായകനുണ്ട്. അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാട് കൊണ്ടാണ് അയാൾ ആ സീൻ ചിത്രീകരിക്കുന്നത്. അതിൻ്റെ പിന്നിൽ ഭാര്യയുടെ കെട്ടുതാലി വിറ്റും സ്വന്തം ഇരിപ്പിടം വിറ്റും ഈ സിനിമ നിർമ്മിച്ച നിർമ്മാതാവുണ്ട്. ഇങ്ങനെ പല ആളുകളും. അപ്പോൾ ഒരു ഡയലോഗിൽ പറഞ്ഞുകൊണ്ട് ഒരു നടനോ നടിക്കോ നമ്മൾ കയ്യടി കൊടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആ കയ്യടിയുടെ അവകാശി വെറും ആ നടനോ നടിയോ അല്ല. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച തിരക്കഥാകൃത്തും സംവിധായകരും നിർമ്മാതാവും ഒക്കെ ആ കയ്യടിക്ക് അർഹരാണ്. പക്ഷെ നമ്മൾ അത് ചിന്തിക്കാതെയാണ് നമ്മൾ അവർക്ക് കൈയടി കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു ഗായകൻ, ഒരു ഗായിക ഒരു പാട്ട് പാടുമ്പോൾ, ഒരു പാട്ട് ഹിറ്റാകുമ്പോൾ ഗായകയെ പറ്റി മാത്രം നമ്മൾ ഓർക്കുന്നു. ആ പാട്ട് കഷ്ടപ്പെട്ട് എഴുതിയ ആളെപ്പറ്റി നമ്മൾ ഓർക്കുന്നില്ല. ആ പാട്ടിൻ്റെ സംഗീതം കൊടുത്ത ആളെപ്പറ്റി നമ്മൾ ചിന്തിക്കുന്നില്ല. ആ പാട്ടിനെ വേണ്ടി പണം മുടക്കിയ നിർമ്മാതാവിനെ നാം ഓർക്കുന്നില്ല. നമ്മളൊരു ഗായകനോ ഗായികയോ അവരെ കണ്ടാൽ നമ്മൾ അവരെ റെസ്പെക്റ്റ് ചെയ്യുന്നു, അവരെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നു. ഒരു നടനോ നടിയെ മാത്രമാണ് നാം സ്നേഹം കാണിക്കുന്നത്. നടനെ നടിമാരെ ഒന്നും സ്നേഹിക്കരുതെന്നൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അവർക്ക് മാത്രമായി ഗ്ലാമർ മുഴുവനായി നൽകരുതെന്നേ ഞാൻ പറയുന്നുള്ളൂ. അതിനൊക്കെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾക്ക് കൂടി ആ ഗ്ലാമറിൻ്റെ ചെറിയൊരു അംശമെങ്കിലും ഒരു 100-ൽ അവർക്ക് കൂടി നൽകണം. ഇവിടെ 100 സിനിമ സൂപ്പർ ഹിറ്റാക്കിയ ഒരു സംവിധായകനെ പുറത്തുനിന്ന് കണ്ട എത്ര പേർക്കറിയാം? അതേസമയം ഏതെങ്കിലും ഒരു സിനിമയിൽ ഇറങ്ങിയാൽ മാത്രം അത് പടം പരാജയപ്പെട്ടാൽ പോലും ആ നടൻ്റെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കാനൊക്കെ ആൾക്ക് ഭയങ്കര താല്പര്യമാണ്. ഇത് ശരിയല്ല. എല്ലാവർക്കും ഒരേപോലുള്ള ഇമ്പോർട്ടൻസ് നൽകണം എന്നാണ് എൻ്റെ അഭിപ്രായം.